സംസ്ഥാനത്ത് തെരുവുനായ ശല്യം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ പ്രതിരോധ നടപടികൾ ശക്തമാക്കി സർക്കാർ. അനിമൽ ബർത്ത് കൺട്രോൾ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതോടൊപ്പം ആക്രമണ സ്വഭാവമുള്ളതും പേവിഷബാധ സംശയിക്കുന്നതുമായ നായ്ക്കളെ പുനരധിവസിപ്പിക്കാൻ അടിയന്തര ഷെൽട്ടറുകൾ സജ്ജമാക്കും. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെ സംസ്ഥാന വ്യാപകമായി എമർജൻസി ഷെൽട്ടറുകളും പോർട്ടബിൾ ABC കേന്ദ്രങ്ങളും സ്ഥാപിച്ച് തെരുവുനായ നിയന്ത്രണ പ്രവർത്തനങ്ങൾ കൂടുതൽ ശക്തമാക്കാനാണ് നീക്കം. സാന്ത്വന സാജു ചേരുന്നു. സാന്ത്വന, ഈ കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാക്കുന്നതിൽ എപ്പോഴാണ് ഒരു തീരുമാനം ഉണ്ടാവുക? കാരണം ഇതിപ്പോ കുറച്ച് സമയമായി പറയുന്നു, സുപ്രീം കോടതിയുടെ നിർദ്ദേശങ്ങൾ വരെയുള്ള വിഷയമാണ്. ഇത് പ്രാവർത്തികമാവുക എപ്പോഴാണെന്നുള്ളതാണ് ചോദ്യം. റോഷ്നി, സംസ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ ഓരോ ദിവസം എടുത്താലും ഒരു തെരുവുനായ ആക്രമണമെങ്കിലും സംസ്ഥാനത്ത് നിന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യാതെ പോകുന്ന ദിവസങ്ങൾ നിലവിൽ ചുരുക്കമാണ് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെയാണ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി സർക്കാരും ഇപ്പോൾ മുന്നോട്ടേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് തന്നെയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരും എത്തിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന പ്രതിരോധ പ്രവർത്തനം നമ്മൾക്കറിയുന്നത് പോലെ തന്നെ ഈ ആനിമൽ ബർത്ത് കൺട്രോൾ ആണ്. വന്ധീകരണ പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത് തന്നെയാണ്. സംസ്ഥാനത്ത് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന തെരുവുനായകളുടെ എണ്ണം അതും ഓരോ വർഷം കഴിയും തോറും കൂടി വരുന്ന ആ കാഴ്ചകൾ തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്കാണ് ഈ ABC പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ഊർജിതമാക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അത് മാത്രവുമല്ല, ഈ പല തെരുവുനായകളും ഇപ്പോൾ നമ്മൾ ഈ വന്ധീകരണം നടത്തുകയാണെങ്കിൽ പോലും പല തെരുവുനായകളും വളരെ അക്രമാസക്തരായ തെരുവുനായകളായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. അതുപോലെ തന്നെ ഈ വിഷബാധ ഏൽക്കുന്ന തെരുവുനായകളുണ്ട്. ഇവരെയൊക്കെ മാറ്റി പാർപ്പിക്കാൻ കൃത്യമായ ഒരു സ്ഥലമില്ല എന്നുള്ളത് വളരെ വലിയ പ്രതിസന്ധിയാണ്. ഈ ഒരു സാഹചര്യത്തിൽ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി 20ഓളം എമർജൻസി ഷെൽട്ടറുകൾ തുടങ്ങാനുള്ള ഒരു തീരുമാനമാണ് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ഈ മൃഗസംരക്ഷണ വകുപ്പും ഒക്കെ ഇപ്പോൾ പ്രധാനമായും കൈക്കൊണ്ടിരിക്കുന്ന മറ്റൊരു നടപടി. അതിന്റെ ഭാഗമായി തന്നെ പലയിടങ്ങളിലായി എമർജൻസി ഷെൽട്ടറുകൾ രൂപീകരിക്കും. അങ്ങോട്ടേക്ക് ഈ അക്രമാസക്തരായ തെരുവുനായകളെയും അതുപോലെ തന്നെ വിഷബാധ സ്ഥിരീകരിക്കുന്ന നായകളെയും ഒക്കെ അടിയന്തരമായി തന്നെ മാറ്റാനുള്ള തീരുമാനത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലും മലപ്പുറം ജില്ലയിലും നിലവിൽ നമുക്ക് ABC കേന്ദ്രങ്ങളില്ല. അപ്പോൾ ഈ സ്ഥലങ്ങൾ, ഈ ജില്ലകൾ കൂടി എമർജൻസി ഷെൽട്ടറുകളുടെ സേവനം ഉറപ്പാക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണ് ഏറ്റവും പ്രധാനമായും മുന്നിലുള്ളത്. അത് മാത്രവുമല്ല, നമുക്ക് ഈ നമ്മുടെ പൊതുജനങ്ങളെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അവബോധം സൃഷ്ടിക്കേണ്ടത് അനിവാര്യമായ ഒരു ഘടകമാണ്. അപ്പോൾ തദ്ദേശ വകുപ്പിന്റെ ഒക്കെ തന്നെയും ഒരു സഹകരണത്തോടു കൂടി പൊതുജനങ്ങൾക്ക് ഒരു അവബോധം നൽകുക എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കൂടി എന്തായാലും എത്തിയിട്ടുണ്ട്. റോഷ്നി ചോദിച്ചതുപോലെ തന്നെ ഇതൊക്കെ എപ്പോഴാണ് നടപ്പാക്കുക എന്നുള്ള ഒരു ചോദ്യം എന്നാൽ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. പക്ഷേ ഈ ABC പ്രവർത്തനങ്ങളുമായി സർക്കാർ വളരെ സജ്ജമായി തന്നെ മുന്നോട്ടേക്ക് പോകുകയാണ്. ഓരോ വർഷവും കൂടുതൽ തെരുവുനായകൾക്ക് ഈ വന്ധീകരണം നടത്തുന്നുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ നിയമസഭയിലാണെങ്കിലും ഇപ്പോൾ മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി അടക്കം വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കിപ്പോൾ ഏറ്റവും പ്രധാനമായി നമ്മുടെ മുന്നിലുള്ള ഒരു ഈ നിയന്ത്രണ വഴി എന്ന് പറയുന്നത് ഈ വന്ധീകരണ പ്രവർത്തനങ്ങൾ തന്നെയാണ്. നായകളുടെ എണ്ണം കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നമ്മൾ പലയിടങ്ങളിലും ഈ വേസ്റ്റ് അടക്കം വലിച്ചെറിയുന്നത് കൊണ്ട് തന്നെ തെരുവുനായകളുടെ എണ്ണം ഓരോ ദിവസം കഴിയും തോറും കൂടി വരികയാണ്. അത് എണ്ണം കൂടുന്തോറും അവർക്ക് ഭക്ഷണം കിട്ടാതെ വരും, അവർ അക്രമാസക്തരാകും, കണ്ണിൽ കാണുന്ന എല്ലാവരെയും ആക്രമിക്കുന്ന ഒരു രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. പരമാവധി ഇതിനെ വേണ്ട നടപടികൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ നമ്മളൊരു ABC സെന്ററുകൾ, ഈ വന്ധീകരണ കേന്ദ്രങ്ങളൊക്കെ ഒരു സ്ഥലത്തേക്ക് സ്ഥാപിക്കാനായി ചെല്ലുമ്പോൾ പല ആളുകളും അതിന് അവിടെ തടസ്സം നിൽക്കുന്ന, പ്രത്യേകിച്ച് പ്രദേശവാസികളായ ആളുകളൊക്കെ തന്നെ തടസ്സം നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അത്തരത്തിലൊരു ബുദ്ധിമുട്ട് കൂടി നേരിടുന്നുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ഈ മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ആളുകൾ അധികം ഇല്ലാത്ത ഈ ഫോറസ്റ്റ് ഏരിയകളിലേക്കൊക്കെ മാറ്റി ഇത്തരം ഷെൽട്ടറുകൾ സ്ഥാപിക്കാനുള്ള ഒരു നീക്കത്തിൽ കൂടിയാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും മൃഗസംരക്ഷണ വകുപ്പുള്ളത്. അതിന്റെ പ്രവർത്തനങ്ങളുമായൊക്കെ തന്നെയും എന്തായാലും മുന്നോട്ടേക്ക് പോകുകയാണ്. ശരി, സാന്ത്വന സാജുവാണ് വിശദാംശങ്ങൾ നൽകിയത്. പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ചിലതൊക്കെ നടക്കുന്നുണ്ടെന്ന് സർക്കാർ അവകാശപ്പെടുന്നുണ്ട്. പക്ഷേ ഏറ്റവും കാര്യക്ഷമമായി തന്നെ ഈ പ്രതിരോധ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതാണ്. കാരണം ഇന്ന് സംസ്ഥാനം അത്രത്തോളം തെരുവുനായ ശല്യം നേരിടുന്നതാണ്.